തടിക്കഷ്ണം. ഈശോ പറഞ്ഞു, നിന്റെ കണ്ണിലെ തടിക്കഷ്ണം ഇരിക്കെ അന്യൻ്റെ കണ്ണിലെ കരടെടുക്കാൻ തുനിയരുതെന്ന്. എൻ്റെ സ്ട്രേഞ്ച് ആയിട്ടുള്ള സ്വപ്നങ്ങളിൽ ഈ തടിക്കഷ്ണം, എൻ്റെ കണ്ണിലെ തടിക്കഷ്ണം എപ്പോഴാണോ ഞാൻ മറ്റുള്ളവരുടെ കരടെടുക്കാൻ ശ്രമിക്കുന്ന അപ്പോഴൊക്കെ അത് വലുതായി മാറും. അങ്ങനെ വലുതായി മാറുമ്പോൾ അവസാനം അത് കർത്താവ് ആ വലിയ തടിക്കഷ്ണം ഊരി എടുത്തിട്ട് എന്നെ തിരിച്ചടിക്കും. ഞാൻ എപ്പോഴാണോ ഈ കരടെടുക്കാൻ ശ്രമിക്കുന്നത് അപ്പോഴൊക്കെയാണ് ഈ തടിക്കഷ്ണം വലുതാകുന്നത്. അങ്ങനെ കർത്താവ് വലിയൊരു മുട്ടൻ വടിയുമായിട്ട് നമ്മളടിക്കാനായിട്ട് ഓടുന്ന ഒരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ള സ്വപ്നം ഇടയ്ക്ക് മനസ്സിൽ വരാറുണ്ട്. എത്രയോ അവസരങ്ങളിലാണ് നമ്മൾ മറ്റുള്ളവരെ വിധിക്കാനായിട്ട്, മറ്റുള്ളവരുടെ കണ്ണിലെ കരട് തപ്പാനായിട്ട്, മറ്റുള്ളവരുടെ കുറ്റങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴൊക്കെ നമ്മുടെ ഉള്ളിലെ തടിക്കഷ്ണം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഏറ്റവും അധികം ജഡ്ജ് ചെയ്യുന്നത് ദൈവത്തെയാണ് ഏറ്റവും കൂടുതൽ വിധിക്കുന്നത്. എൻ്റെ ദൈവം ഇങ്ങനെയൊക്കെ ആയിരിക്കണമെന്നും, എൻ്റെ ദൈവം അപ്പുറത്തുള്ളവനെ ശിക്ഷിക്കണമെന്നും, എന്നെ എപ്പോഴും രക്ഷിക്കണമെന്നും, എൻ്റെ ദൈവം ഞാൻ പറയണത് പോലെ നടക്കണമെന്നും, ഞാൻ ഇച്ഛിക്കുന്നത് പോലെ മാത്രം സംഭവിക്കണമെന്നൊക്കെ എൻ്റെ ദൈവത്തെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ജഡ്ജ് ചെയ്യുന്നത്, വിധിക്കുന്നത്. എൻ്റെ ദൈവം ഇങ്ങനെ ആയാൽ മതിയെന്ന് ചിന്തിക്കുകയാണ്. ആക്ച്വലി സർവശക്തനായ ദൈവം അവൻ്റെ ഇഷ്ടപ്രകാരം പ്രവർത്തിക്കണേ. നമുക്കതിൽ പ്രത്യേകിച്ച് വലിയ സഹയൊന്നുമില്ല. എന്നിട്ടും അതൊക്കെ അങ്ങനെയല്ല വേണ്ടത്, ഇങ്ങനെയാണ് വേണ്ടത്, ഞാൻ പറയണത് പോലെ ദൈവം ചെയ്യണമെന്ന് ദൈവത്തെ വരെ വരച്ച വരയിൽ നിർത്താൻ ശ്രമിക്കുന്ന ദുർഭകനായ മനുഷ്യരാണ് നമ്മൾ. ഈ നോമ്പിൻ്റെ ചൈതന്യത്തിൽ എനിക്ക് തോന്നുന്നു, പരമാവധി മറ്റുള്ളവരുടെ കരടെടുക്കാൻ നോക്കണ്ട. ദൈവത്തിൻ്റെ പോലും കരടെടുക്കുന്ന സ്വഭാവമാണ് എൻ്റേതെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാകുകയും ആ ബോധ്യത്തിൽ നിന്ന് ആരുടെയും കരടെടുക്കാതിരിക്കാനുള്ള, ആരുടെയും കണ്ണ് തപ്പാതിരിക്കാനുള്ള, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായിട്ട് ഇടപെടാതിരിക്കാനുള്ള, ആരെയും വിധിക്കാതിരിക്കാനുള്ള ഒരു നന്മ നിറഞ്ഞ മനസ്സ് നമുക്ക് രൂപപ്പെടുത്താനായിട്ട് ഈ ദിവസം ശ്രമിക്കാം.